എന്നെ ശ്രമിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീശ്വരന്മാരെ, ഏവർക്കും ജീവിക്കുന്ന ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം ചെയ്യുന്നു. നിങ്ങൾ ഏവരെയും ജീവിക്കുന്ന ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യമാണ്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന നിത്യ തേജസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കാണുന്ന പ്രലോഭനങ്ങളും കഷ്ടങ്ങളും വളരെ നിസ്സാരമാണ്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ വളരെ സിമ്പിളായി പറയുകയാണ്. ഹല്ലേലൂയ. പ്രിയരേ, താൻ സ്നേഹിച്ച ഏകജാതനെ പുരുഷമരണത്തിന് വിട്ടുകൊടുത്ത് പിതാവായ ദൈവം നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തി. ആകയാൽ ക്രിസ്തുവിനുള്ളവർക്ക് ക്രിസ്തുവിന് കഷ്ടം വന്നതുപോലെ കഷ്ടതകളുണ്ട്. ഈ കഷ്ടതകളെ പോരാടി ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കണം, അവന്റെ വചനം നമ്മിൽ വസിക്കണം. എന്നാൽ മാത്രമേ നാം നമ്മുടെ ജഡത്തിൽ വസിക്കുന്ന പാപത്തോട് പോരാടി ജയിക്കുകയുള്ളൂ. അതിനായി ജാഗരൂകരായിരിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം. ക്രിസ്തുവിനുള്ളവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ധാരാളം പ്രലോഭനങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, രോഗങ്ങളുണ്ട്, രോഗപീഠകളുണ്ട്. എല്ലാത്തിനെയും അതിജീവിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് കൂടിയേ തീരും. അങ്ങനെ ജയിക്കുമ്പോൾ തീർച്ചയായും ക്രിസ്തുവിനോടൊപ്പം ദൈവരാജ്യം പങ്കിടുവാൻ നമുക്കും ഇടയാകും. ആ ഭാഗ്യം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്തെന്നാൽ പിതാവ് ദൈവം ആദ്യം മുതൽക്ക് നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ നമ്മെ ദൈവമക്കളായി തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ആകയാൽ പ്രിയരേ, ജീവിതത്തിൽ കഷ്ടവും ദുഃഖവും ദുരിതവും ഉണ്ടാകുമ്പോൾ എന്തിനാ എൻ്റെ ജീവിതത്തിൽ കഷ്ടവും ദുഃഖവും ദുരിതവും വരുന്നു എന്ന് പ്രയാസപ്പെടരുത്, ആകുലപ്പെടരുത്. ഹല്ലേലൂയ. ക്രിസ്തുവിനുള്ളവർക്ക് കഷ്ടപ്പാടും ദുഃഖവും ഉണ്ടെന്ന് അംഗീകരിക്കണം. ഹല്ലേലൂയ. അതിനെ ജയിക്കാനുള്ള കൃപയ്ക്കായി നാം നിരന്തരം കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, കൃപ നൽകണേ എന്ന് പ്രാർത്ഥിക്കണം. അവിടുത്തെ കൃപ മാത്രം നിനക്ക് മതി. അത് നിനക്ക് വരാനിരിക്കുന്ന നിത്യ തേജസ്സിലേക്ക് നയിക്കുകയും ദൈവരാജ്യത്തിൽ നമ്മളും ക്രിസ്തുവിനോടൊപ്പം ദൈവരാജ്യം പങ്കെടുക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകിയ വചനത്തിനായി സ്തോത്രം. ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ സന്തോഷത്തോടെ അത് ഉൾക്കൊള്ളുവാനും കർത്താവേ, അതിനോട് പോരാടി ജയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകാനായി അവിടുത്തെ ആത്മാവിനെ പാരണമേ. അതിനായി ഞങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവേ, ഈ വചനം കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും അനുഗ്രഹിക്കണമേ. അവരുടെ ശക്തിപ്പെടുത്തണേ. അവിടെ ആത്മാവിനോട്